ഓലവെട്ടിയമ്പലത്തിൽ നിന്നാണ് വിളിക്കുന്നത്, മാവേലിക്കരയിൽ ഓലവെട്ടിയമ്പലം. നമ്മൾ ഒരു അഡ്വക്കേറ്റാണ്, നമ്മൾ ഡിവോഴ്സിനാണ് കേട്ടോ. അപ്പം എനിക്ക് 1.5 ഏക്കർ സ്ഥലവും വീടുമുണ്ട്. കുറെ ഫീലിംഗ്സ് ഉണ്ട്. രോമാൻ നമ്മുടെ കള്ള കല്യാണങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുക, പിന്നെ നമ്മളെ ചീത്ത വിളിക്കുക, നമ്മളെ കുറിച്ച് കള്ള കഥകളൊക്കെ 2 വീട്ടുകാരുണ്ട് അവരുടെ കൂടെ ഉണ്ടാക്കുക. നമ്മളത് ഇപ്പൊ ഇത് കേട്ട് അവരും പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കാനായിട്ട് ഭയങ്കര ഒറ്റയിൽ മൈക്ക് വെച്ചിരിക്കുകയാണ്. ഹലോ, ഇങ്ങനെ നമ്മളോട് ഭയങ്കര ശല്യമാണ് ഇവന്മാര്. ഹലോ, ഇവന്മാർ ഇതുവഴി കാരണം നമ്മളൊരു സ്ത്രീയാണ്, നമ്മളുടെ 1.5 ഏക്കർ സ്ഥലവും വീടുകൊണ്ട് ഇവന്മാർ അത് തട്ടിയെടുക്കാനായിട്ട് കഥകൾ ഉണ്ടാക്കുക. കാരണം നമ്മുടെ കല്യാണം കഴിച്ചിട്ട് കഥയുണ്ടാക്കുക. നമുക്കറിയില്ല. ഞാനൊരു അമ്മയുടെ ഈ June 20-നാണ് നമ്മളിവിടെ വരുന്നത്. ഡൽഹിയിലായിരുന്നു. ഇവിടെ പേഴ്സ് നമ്മൾ പോയതാണ്. ഇപ്പൊ പിന്നെ ഇവന്മാർ പഴയ പോലെ തുടങ്ങിയിരിക്കുകയാണ്. നമ്മളുടെ കല്യാണമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നമ്മുടെ സ്വത്ത് പോലും നമ്മൾ അറിയാതെ മോഷ്ടിക്കാനും ഒക്കെ ആയിട്ട് പല പല ശ്രമങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരു എന്താ പറയുക, ഒരു ബാങ്കിൽ സഹകരണ ബാങ്കിൽ 16 കോടിയുടെ ഇതാക്കി 2 പേരെ അവർ കൊന്നേക്കുന്നത്. അതെങ്ങനെ പറ്റിയാണ്? അവിടെ ആ ബാങ്കിന് അക്കൗണ്ട് പോലും ഇല്ലാത്തവരാണ് അവിടുന്ന് ലോൺ എടുത്തവരാണ് കള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളെല്ലാം വന്ന് റിപ്പോർട്ട് ചെയ്ത് അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ആ വക്കീലാണ്. അതുകൊണ്ടാണ് മാമിങ്ങനെ പറഞ്ഞാൽ നമ്മൾ പോലീസ് പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? പോലീസിനെ എന്നെ തിരിച്ചു പറയാൻ പറ്റുള്ളൂ. വക്കീലാണ് ശരിയാണ്. ഇവന് ഭയങ്കര ഫണ്ട് എന്താ കഴിഞ്ഞാൽ പണ്ട് ഇവന്റെ ഒരു മോനുണ്ടായിരുന്നു. ഇവന്റെ മോൻ ഇതുവഴി രാത്രി 1 മണിക്ക് നമ്മുടെ വീട്ടിലെ മുന്നിക്കൂടാണ് അവന്റെ വഴി. ഇവന്റെ മോൻ രാത്രി ഇവന്മാരിങ്ങനെ പറഞ്ഞു വിളിച്ച് 1 മണിക്ക് 2 മണിക്ക് ഇങ്ങനെ പറഞ്ഞു വിളിച്ച് രാത്രി ഇങ്ങനെ പോകുന്നത് നമ്മുടെ വീട്ടിലോട്ടാണ് വരുന്നത് സമയം ഉണ്ടാക്കുമായിരുന്നു. അത് നമുക്ക് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. ഇവനിങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ക്യാമറയും ഉണ്ടായിരുന്നു. അന്നിങ്ങനെ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഇവന്മാരെ കഥ ചെയ്യാൻ ക്യാമറ അടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നമ്മളെ പല രീതിയിൽ ഇല്ലില്ല, നമ്മൾ കൊടുക്കാനില്ല. നമ്മുടെ ഏതുമാണ് ഇങ്ങനെ പല രീതിയിലുള്ള ഇതാണ് ഇവന്മാർ ചെയ്യുന്നത്. നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നമ്മൾ കല്യാണം കഴിക്കുന്നൊക്കെ വരുന്ന ഇതാണ് നമുക്ക് മനസ്സിലാവുന്നില്ല എന്താ രോഗം എന്നുള്ളത്. നമ്മൾ കല്യാണം കഴിച്ചാൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ്